നമസ്കാരം, ഞാൻ ഡോക്ടർ തങ്കം, SK ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്ന് ടൈപ്പ് 1 പ്രമേഹത്തെ പറ്റിയാണ് പറയുന്നത്. ടൈപ്പ് 1 പ്രമേഹം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ തീരെ ഇല്ലാത്ത ഒരവസ്ഥയാണ്. അത് ഏത് സ്റ്റേജിലും ഉണ്ടാകാം. കുഞ്ഞുങ്ങൾ ജനിച്ച ഉടൻ തൊട്ട് 20 വയസ്സ് വരെയും കണ്ടുവരുന്നുണ്ട്. അവർക്ക് ഇൻസുലിൻ കൊണ്ട് മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇൻസുലിൻ തീരെ ഇല്ലാത്ത ഒരവസ്ഥയാണ്. പിന്നെ അതുപോലെ നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് പ്രമേഹമുണ്ട്. ഇന്ത്യയിൽ വളരെയധികം കൂടുതലായിട്ട് കാണുന്നു. എന്നാൽ കേരളത്തിലും വളരെയധികം പ്രമേഹമുള്ളവരുണ്ട്. എന്നാൽ കുട്ടികളിലെ പ്രമേഹം സാധാരണ കണ്ടുപിടിക്കാറില്ല. അത് കണ്ടുപിടിക്കുന്നത് സ്കൂളിലെ ടീച്ചേഴ്സ്, വീട്ടിലെ അമ്മമാർ, പിന്നെ കുട്ടികൾ മൂത്രം ഒഴിക്കുമ്പോൾ അവിടെ ഉറുമ്പുകൾ ചുറ്റും വരികയാണെങ്കിൽ നമുക്ക് ഇവർക്ക് പ്രമേഹമുണ്ടോ എന്ന് സംശയിക്കാം. ടീച്ചേഴ്സിന് എങ്ങനെ ഇത് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ടീച്ചേഴ്സ് കുട്ടികളെ ഏത് സമയം മൂത്രം ഒഴിക്കാൻ പോകണം എന്ന് ടീച്ചറിനോട് പറയുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിലൊരു സംശയം വരണം. ഇത് കൊച്ചിന് ഡയബറ്റീസ് ഉണ്ടോ എന്ന് നോക്കണം. അത് നമുക്ക് പേരൻസിനെ അറിയിക്കണം. അതുപോലെ അമ്മമാരും അതേപോലെ തന്നെ ചിന്തിക്കണം. കുട്ടികൾ പല തവണ മൂത്രം ഒഴിക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് പ്രമേഹമുണ്ടോ എന്ന് സംശയിച്ച് നമുക്ക് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് കുട്ടികൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മുന്നോട്ട് പോകണം.